സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക അവിടെയുള്ള സോഫയിലിരുന്ന് ഉറങ്ങുമായിരിക്കും. ഈ സമയം ശ്യാമയും അശ്വതിയും കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് രാധിക ഇരിക്കുന്ന ആ ഒരു റൂമിൻ്റെ അവിടെ കൂടിയാണ് പോകുന്നത്. അങ്ങനെ ശ്യാമയും അശ്വതിയും കൂടി സംസാരിച്ച് പോകുന്നതിനിടയിൽ രാധികയെ കാണുന്നില്ല. ശ്യാമ രാധിക ഇരിക്കുന്നതിൻ്റെ തൊട്ടരികത്ത് കൂടിയാണ് പോകുന്നത്. ഈ സമയം പെട്ടെന്ന് തന്നെ രാധിക എണീക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാധിക അവിടെ നിന്ന് എണീറ്റ് ടീന എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് പാട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, അവിടെ എത്തുവാണ്. അങ്ങനെ അവിടെ എത്തുന്ന രാധിക ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അത് പതിയെ മൂളിയൊക്കെ നോക്കുവാണ്. ഈ സമയം അകത്താണെങ്കിൽ രഞ്ജൻ ടീനയോട് പറയണേ, എന്താ ടീന ഇത്, താനിപ്പോൾ മര്യാദക്ക് പാടുന്നില്ലല്ലോ, ശ്യാമ മടം വരുന്നതിന് മുമ്പ് നന്നായി പാടിക്കൊണ്ടിരുന്നല്ലേ, എന്ത് പറ്റിയത്, എനിക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യ് എന്ന് പറഞ്ഞ് വീണ്ടും പാടിക്കൊടുക്കുവാണ്. അങ്ങനെ രാധിക അവിടെ വാതിലിൻ്റെ പിന്നിൽ നിന്ന് പാട്ടിങ്ങനെ പാടിക്കൊണ്ട് മൂളിക്കൊണ്ട് നിൽക്കുന്നത് അവിടുത്തെ ഹരി എന്ന് പറഞ്ഞ ഒരാൾ കാണുക. അങ്ങനെ അയാൾ രാധികയോട് ചോദിക്കണേ, അല്ല കുട്ടിയുടെ പാടാൻ വന്നതാണോ? അല്ല. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം ഹരി പറയണേ, ആ നിൽക്ക്, കുട്ടിയല്ലേ മുമ്പൊരിക്കൽ ശ്യാമ മാഡം സ്കൂളിൽ വെച്ച് പകുതി പാടി നിർത്തിയ പാട്ട് പാടിയത്. അങ്ങനെ രാധിക സ്കൂളിൽ വെച്ച് പാട്ട് പാടിയ സംഭവമൊക്കെ ഓർക്കുക. കുട്ടിയായിരുന്നില്ലേ അത്, ഞാൻ അന്ന് ആ പ്രോഗ്രാമിലുണ്ടായിരുന്നു. അന്നേരം രാധിക പറയണേ, ആ അതെ, അത് പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയതാ, ഞാൻ ചെല്ലട്ടെ, കുട്ടിയോടെ നിന്നേ. അങ്ങനെ പറഞ്ഞ് അയാൾ രാധിക അവിടെ പിടിച്ചു നിർത്തുവാണ്. പിന്നീട് കാണിക്കുന്നത് ടീന എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പാടാനായിട്ട് തീരെ പറ്റുന്നില്ല. അങ്ങനെ ആ കുട്ടി പറയണേ, എനിക്ക് പറ്റുന്നില്ല സാർ, എനിക്ക് പാടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അന്നേരം പ്രൊഡ്യൂസർ ദേഷ്യപ്പെടുക, രഞ്ജൻ എന്താ ഇതൊക്കെ, ശ്യാമമ്മയോടെ കാത്തിരിക്കുമല്ലേ, ടീന നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം. വേണ്ട സാർ, എന്നെക്കൊണ്ട് പറ്റില്ല, അച്ഛ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചുകൊണ്ട് ടീന അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഹരി അങ്ങോട്ടേക്ക് വരുന്നത്. എന്തു പറ്റി, എന്താ സാർ? അന്നേരം രഞ്ജൻ പറഞ്ഞേ, ആ കുട്ടിക്ക് പാടാൻ പറ്റുന്നില്ലെന്ന്, എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, ഇനിയിപ്പോൾ ശ്യാമമ്മയോട് എന്ത് പറയും? അന്നേരം പ്രൊഡ്യൂസർ പറയണേ, ദേ ഈ ഒരു കാരണം പറഞ്ഞ് ശ്യാമമ്മയുടെ പാടുന്നില്ലെന്ന് പറഞ്ഞു ഇവിടുന്ന് പോയാലുണ്ടല്ലോ, തൻ്റെ മ്യൂസിക് തന്നെ ഞാൻ വേണ്ടെന്ന് വെക്കും. ഈ സമയം രഞ്ജൻ പറയണേ, ഞാൻ മറ്റേതെങ്കിലും കുട്ടിയെ കിട്ടുമോ നോക്കാം. അങ്ങനെ പറഞ്ഞ് ഫോണിൽ വിളിച്ച് വേറെ 2 കുട്ടികളെ അവരുടെ കാര്യം അന്വേഷിക്കുക. എന്നാൽ അവർ രണ്ടാളും സ്ഥലത്തിലാണെന്ന് പറയുവാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവർ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കും. ആ സമയത്ത് ഹരി പറയുന്നത്, അല്ല സാർ, ഞാനിന്ന് സ്കൂളിൽ വെച്ച് ഒരു പ്രോഗ്രാമിന് ശ്യാമ മാഡം ഒരു പാട്ട് പാടി നിർത്തിയതും വേറൊരു പെൺകുട്ടി വന്ന് പാടിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, സാർ അത് ഓർക്കുന്നില്ലേ? നമുക്ക് ആ കുട്ടിയെ കൊണ്ട് പാട്ട് പാടിച്ചാലോ? അതിന് ആ കുട്ടിയൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? ആ കുട്ടി ഇവിടെ തന്നെയുണ്ട് സാർ, ഞാൻ അതാ കുറച്ച് മുമ്പ് കണ്ടേ ഉള്ളൂ. ഇവിടെയോ? അതെ സാർ, ആ കുട്ടി നന്നായി പാടും, സാറൊന്ന് പാട്ട് കേട്ട് നോക്ക്. അങ്ങനെ രാധികയുടെ അരികിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോകുവാണ് കേട്ടോ. ഈ സമയം പ്രൊഡ്യൂസറും ആ മ്യൂസിക് ഡയറക്ടർ രഞ്ജനും ഒക്കെ രാധികയെ നിർബന്ധിക്കുക, കുട്ടി ഒന്ന് വന്ന് പാടി നോക്ക്. അയ്യോ സാർ, ഞാനങ്ങനെ പാട്ടൊന്നും പാടാറില്ല, ഇതൊക്കെ വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യമോ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല സാർ. അല്ല, കുട്ടി ആരുടെ കൂടെ ഇവിടെ വന്നത്? ഞാൻ വിനയ മാമിൻ്റെ കൂടെ വന്നത്. മാഡം ഇപ്പോൾ ഡബിങ്ങിന് പോയിരിക്കുക, ഇപ്പോൾ വരും. ഈ സമയം തന്നെ വിനയ മാഡം ഡബിങ്ങൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുക. ആ രഞ്ജൻ ഇവിടെ ഉണ്ടായിരുന്നോ? അന്നേരം രഞ്ജൻ പറയണേ, ഞാൻ മാഡത്തിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, നമ്മുടെ കയ്യിൽ വോയിസ് മാത്രമേ ഉള്ളേ, പാട്ടൊന്നും ഇല്ല കേട്ടോ. ഈ സമയം രഞ്ജൻ പറയണേ, ഇവിടെ ശ്യാമ മാഡത്തിൻ്റെ ഒരു പാട്ടിൻ്റെ റെക്കോർഡിങ് നടക്കുന്നുണ്ട്, മാഡത്തിൻ്റെ കൂടെ പാടാനായിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പക്ഷേ ആ കുട്ടിക്ക് അവസാന നിമിഷം പാടാൻ പറ്റുന്നില്ല. അതിന് പകരം ഈ കുട്ടിയെ കൊണ്ട് പാടിച്ചാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നത്. രാധിക പാട്ടൊക്കെ പാടുമോ? പിന്നല്ലാതെ, ഈ കുട്ടി പാടുന്ന പാട്ട് ഇവൻ കേട്ടിട്ടുണ്ട്, നന്നായിട്ട് പാടുമെന്നാണ് പറഞ്ഞത്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു, പക്ഷേ ഈ കുട്ടി സമ്മതിക്കുന്നില്ലെന്നേ. എന്താ രാധിക ഇത്, നിനക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? അയ്യോ വേണ്ട മാഡം, അതൊക്കെ വലിയ വലിയ ആൾക്കാർ ചെയ്യുന്നതല്ലേ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. ഈ സമയം വിനയമം ചോദിക്കണേ, അല്ല രഞ്ജന് ഉറപ്പുണ്ടോ ഇവളെ കൊണ്ട് പാടിക്കാൻ പറ്റുമെന്ന്? എനിക്ക് ഉറപ്പുണ്ട് മാഡം. അങ്ങനെയാണെങ്കിൽ രഞ്ജൻ റെഡി ആയിക്കോ, ഇവൾ പാടിയിരിക്കും. അയ്യോ മാഡം, നീ ഒന്നും പറയണ്ട, നീ പാടും, ഞാനാ പറയുന്നതും. അങ്ങനെ അവരൊക്കെ അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം രാധിക പറയണേ, മാഡം കുളക്കടവിലൊക്കെ നിന്ന് ചുമ്മാ പാടുന്ന പോലെയല്ലല്ലോ, എനിക്കതിൻ്റെയൊക്കെ ഉള്ളിൽ കയറി നിന്നാൽ തന്നെ പേടിയാകും. അന്നേരം വിനയമൻ പറയണേ, നീ ഇപ്പോൾ കാണാൻ കുറച്ച് ആഗ്രഹിച്ച നാളുണ്ടല്ലോ ശ്യാമ മാഡം, ആ മാഡത്തിൻ്റെ ഒപ്പം നീ പാട്ട് പാടാൻ പോകുന്നത്. നീ എന്നെ ശ്രമിച്ചിട്ടോ നോക്കി രാധികയെ, നിന്നെ കൊണ്ട് പറ്റും, ധൈര്യമായിട്ടിരിക്കുക. എല്ലാം ഓരോ നിമിത്തങ്ങളായിരിക്കും, ദൈവം ഓരോന്ന് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ, അതിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കും. നീ എൻ്റെ കൂടെ ധൈര്യമായിട്ട് വാ, മേഡവും കൂടെ ഉണ്ടാകുമോ? ഞാൻ കൂടെ ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്നോട് കൂടെ വന്ന് പാടാൻ പറയരുത്. അങ്ങനെ പറഞ്ഞ് രാധികയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് റെസ്റ്റിംഗ് റൂമിലിരിക്കുന്ന ശ്യാമേനെയും അശ്വതിനെയാണ് കേട്ടോ. ശ്യാമക്ക് ചെറിയൊരു തലവേദനയുള്ള കാരണം ആകെ അസ്വസ്ഥയായിട്ടിരിക്കുവാണ്. ഈ സമയം രഞ്ജൻ അങ്ങോട്ടേക്ക് എത്തുക. അന്നേരം അശ്വതി അരികിലേക്ക് പോകുക. എന്തായി സാർ കാര്യങ്ങളൊക്കെ? അന്നേരം രഞ്ജൻ പറയണേ, മാഡം ശ്യാമ മാഡത്തിനിപ്പോൾ ശ്യാമക്ക് ചെറിയൊരു തലവേദന, മരുന്ന് കഴിച്ചിട്ടുണ്ട്. അന്നേരം ശ്യാമ ചോദിക്കണേ, എന്തായി രഞ്ജ, ആ കുട്ടി റെഡിയായോ? അന്നേരം അയാൾ പറയുക, ടീന എത്ര ശ്രമിച്ചിട്ടും ടീനൊക്കെ പാടാൻ പറ്റുന്നില്ല, അത് കാരണം ആ കുട്ടി ഇവിടുന്ന് പോയി, പകരം മറ്റൊരു കുട്ടി റെഡിയായി വന്നിട്ടുണ്ട്, ആ കുട്ടി നല്ലപോലെ പാടുകയും ചെയ്യും, മാഡം ഒന്ന് വന്ന് കേട്ടിരുന്നെങ്കിൽ. അന്നേരം ശ്യാമ പറയണേ, അത് വേണ്ട, ആ കുട്ടി പാടിക്കോട്ടെ, ആ കുട്ടിയുടെ പോഷൻ പാടിക്കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി.
ഇനി ഞാൻ വന്നിരുന്ന് ആ കുട്ടിക്കും കൂടുതൽ ടെൻഷനായാലോ, അതുകൊണ്ട് ആ കുട്ടി ഫ്രീ ആയിട്ട് തന്നെ പാടിക്കോട്ടെ. ശരി മാഡം, എന്നാലും മാഡം ഒന്ന് കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അന്നേരം ശ്യാമ പറയണേ, അതിൻ്റെ ആവശ്യമില്ല രഞ്ജൻ, നിങ്ങൾക്ക് മ്യൂസിക്കിനോടുള്ള പാഷൻ എനിക്കറിയാലോ, നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു തെറ്റും പറ്റില്ല. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോകുവാണ്ടോ. ഈ സമയം അശ്വതി പറയണേ, അല്ല ശ്യാമെ, ഇത്രക്കൊക്കെ ലിബറലാവേണ്ട കാര്യമുണ്ടോ? അതേക്കുമ്പോൾ ശ്യാമ പറയണേ, സാരമില്ല അശ്വതി ചേച്ചി, ഇതുപോലുള്ള പുതിയ ആൾക്കാർക്കൊക്കെ നമ്മൾ വേണ്ടേ അവസരം കൊടുക്കാനായിട്ട്, അവരും വളർന്നു വരട്ടെ. എത്രയോ സ്വപ്നങ്ങളായിട്ടായിരിക്കും ഓരോരുത്തരും ഈ മേഖലയിലേക്ക് വരുന്നത്. അന്നേരം ഞാൻ പാടുന്നില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ അല്ലേ ഇല്ലാതാവുന്നത്. പിന്നീട് കാണിക്കുന്നത് രാധികയെക്കുറിച്ച് സംസാരിക്കുന്ന രഞ്ജനെയും പ്രൊഡ്യൂസറിനെയൊക്കെയാണ് കേട്ടോ. പ്രൊഡ്യൂസർ പറയണേ, ആ കുട്ടിക്ക് നമ്മുടെ ശ്യാമ മാഡത്തിൻ്റെ അതേപോലത്തെ രൂപസദൃശ്യമില്ലേ? ശരിയാ, ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. എന്താണെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട. ശ്യാമ മാഡം ഒരു സെലിബ്രിറ്റി അല്ലേ, വെറുതെ ഓരോ ഗോസിപ്പുകൾക്കൊക്കെ വഴിയൊരുക്കണ്ട. പിന്നീട് കാണിക്കുന്നത് രാധിക പാട്ട് പാടാനായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് കയറുവാണ്. എന്നിട്ട് രാധികയുടെ ചെവിയിൽ ഹെഡ്ഫോണുകളൊക്കെ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ രാധിക പാട്ടൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ പാടുവാണ്. രാധിക പാടുന്നത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് അത് ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കുവാണ് കേട്ടോ. വിനയ മാമിനൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് രാധികയുടെ അരികിലേക്ക് ഓടിച്ചല്ലോ വിനയ മാം. മോളെ, അങ്ങനെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുക. സത്യം പറയാലോ, നീ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. എന്ത് രസമായിട്ടാണ് നീ പാടുന്നത്. അന്നേരം രഞ്ജനും പ്രൊഡ്യൂസറും എല്ലാവരും അവിടെ എത്തുക. സത്യം പറയാലോ കുട്ടി, അടുത്ത ശ്യാമ മാഡം തന്നെ. അത് കേട്ടിട്ട് രാധിക അങ്ങ് ഞെട്ടിപ്പോകുവാണ്. ഈ സമയം വിനയ മാം പറയണേ, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഇവൾക്കത് താങ്ങാൻ പറ്റില്ല. ഇവൾ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ആളാ ശ്യാമ മാഡം. മോളെ, നീ അസലായിട്ട് തന്നെ പാടി. നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ ശ്യാമ മാഡത്തിൻ്റെ കാണണം എന്ന്. ഇനി നിനക്ക് ചിലപ്പോൾ വൈകാതെ ശ്യാമ മാഡത്തിൻ്റെ ഒപ്പം ഒരേ വേദിയിൽ പാടാനും പറ്റും. അതൊക്കെ കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ്ടോ രാധിക. ഈ സമയം പ്രൊഡ്യൂസർ രാധികക്ക് ഒരു കവർ കൊടുക്കുക. ഇതാ, ഇത് കുട്ടി വാങ്ങൂ. അയ്യോ എന്താ ഇതൊക്കെ? ഇത് എൻ്റെ വക ചെറിയൊരു ഉപഹാരം. ഭാവിയിൽ താനെന്താണെങ്കിലും വലിയൊരു പാട്ടുകാരിയായി മാറും. അന്നേരം ആദ്യത്തെ ദക്ഷിണ എൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയെന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാമല്ലോ. ഇതാ വാങ്ങൂ കുട്ടി. അതൊന്നും വേണ്ട. അന്നേരം വിനിയാമൻ പറഞ്ഞേ, ഹാ രാധികയെ ധൈര്യമായിട്ട് വാങ്ങിക്കോ. അങ്ങനെ രാധിക അത് വാങ്ങുവാണ്. എന്നിട്ട് പ്രൊഡ്യൂസറിൻ്റെയും മ്യൂസിക് ഡയറക്ടറിൻ്റെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുവാണ് കേട്ടോ. പിന്നീട് വിനയ മാമിൻ്റെയും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുവാണ് രാധിക. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോകുക. ഈ സമയം രാധിക അത്ഭുതത്തോട് ചോദിക്കണേ, മാഡം സത്യം പറഞ്ഞാൽ എന്താ ഇവിടെ സംഭവിച്ചത്? ഞാൻ പാടിയ പാട്ട് സിനിമ വരുമോ? പിന്നെ വരാതെ ശ്യാമ മാഡത്തിൻ്റെ കൂടെ നിൻ്റെ ശബ്ദമായിരിക്കും ആൾക്കാർ കേൾക്കാൻ പോകുന്നത്. ഈ പാട്ട് ഹിറ്റായി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നീയും വലിയൊരു പിന്നണി ഗായികയായിരിക്കും. അതൊക്കെ കേട്ട് രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് രഞ്ജൻ നേരെ ശ്യാമയുടെ റൂമിലേക്ക് എത്തുക. മാഡം, ആ കുട്ടി പാടി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി മാഡം വന്ന് അതൊന്ന് കേട്ടാൽ മതി. എന്നാൽ ശരി, ഞാൻ ഇപ്പോൾ വരാം. അങ്ങനെ പറഞ്ഞ് ശ്യാമയും അയാളുടെ കൂടെ രാധിക പാടിയൊരു പോർഷൻ കേൾക്കാൻ പോകുവാണ്. അങ്ങനെ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ തൻ്റെ മകളുടെ ശബ്ദം ശ്യാമ തിരിച്ചറിയുവാണ് കേട്ടോ. അങ്ങനെ പാട്ട് പാടിയ കുട്ടിയെ കാണണമെന്ന് ശ്യാമ പറയുവാണ്. അവരിത് അവിടെ ഡപ്പിംഗ് സ്റ്റുഡിയോയിലുണ്ടെന്ന് പറയുമ്പോൾ ശ്യാമ തൻ്റെ മോളെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നൊരു സീൻ കാണിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ വിനയ മാമും രാധികയും കൂടി ഡപ്പിംഗ് ഒക്കെ പൂർത്തിയാക്കി സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുന്നൊരു സീനും കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.